അതില് പാടാൻ വിസ്മയെ വിളിച്ചു. അപ്പൊ മോളെ 15-ാം തീയതി ആ വീട്ടിൽ പാട്ടുപാടിക്കൊണ്ട് നമ്മുടെ ബന്ധം തുടങ്ങാൻ പോവാ. അയ്യോ മാഡം, അത് മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ ഇത് ഗംഭീര വിജയമാക്കും. അതോടെ മോൾക്ക് ധൈര്യവും കിട്ടും. പിന്നീട് അങ്ങോട്ടേ നമ്മുടെ ആഘോഷ ദിവസങ്ങളാ. മോൾക്ക് കൈ നിറയെ പണം, പിന്നെ പാടുന്നതിലെ തൃപ്തി, വിസ്മയക്ക് പേരും പ്രശസ്തിയും. നമ്മള് രണ്ടു കൂട്ടർക്കും സന്തോഷം. അപ്പൊ ശരി, 15-ാം തീയതി കാണാം. ഓക്കെ മാഡം. ചാർമിള പാടും. ഹലോ ചാർമിള. വിവേകേട്ടൻ, ഞാൻ പിന്നെയും പെട്ടു. നീ കാര്യം പറ. അരുന്ധതി വിളിച്ചു. ശ്യാമയുടെ അഖിലിന്റെ വിവാഹം നടക്കാൻ പോവല്ലേ, അവിടെ വിസ്മയെ പാടാൻ വിളിച്ചത്രേ. വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാടണോന്ന്. പാടണം. വിവേകേട്ട, ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുവാ. വിവേകേട്ടൻ എന്നെ നടുക്കടലിലെ കൊണ്ടിട്ടേക്കുന്നെ. ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ആ ജഗന്നാഥനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ആള് വിചാരിച്ച എന്നെ തീർക്കാൻ പോലും പറ്റും. നീ കിടന്ന് കരയാതെ. ഞാനും അഖിലയ്ക്കുണ്ട് നിന്റെ പുറകില്. നാളെ നീ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അവിടെ ചെന്ന് നീ പാടുന്നു. ഓക്കെ. സർ, എന്താടോ? എനിക്കൊരാഗ്രഹമുണ്ട്. പറയേ. നമുക്ക് ആ ശിവമലയിലെ കൃഷ്ണന്റെ അമ്പലത്തിലൊന്ന് പോയാലോ? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? എന്താന്നറിയില്ല, അവിടെ പോണോന്നും തൊഴണമെന്നും ഒരു തോന്നല്. മറ്റന്നാ നമ്മുടെ താലികെട്ട് നടക്കുന്നതിന് മുമ്പ് നമുക്കവിടെ കൃഷ്ണനോട് അനുവാദം വാങ്ങണം. ഓക്കെ, നമുക്ക് രാവിലെ തന്നെ പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളതല്ലേ? ആ അതെ, നേരത്തെ പോവാം. ഒരു കാര്യം കൂടിയുണ്ട്. യാത്ര നമുക്ക് ബൈക്കിലാക്കിയാലോ? ബൈക്കിലോ? അത് വേണ്ട. ബൈക്ക് ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ശരി, തന്റെ സന്തോഷം തന്നെയാ എന്റെ സന്തോഷം. അപ്പോ നാളെ രാവിലെ നമ്മള് ബൈക്കിൽ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നു. എന്താ? എനിക്ക് പേടിയാ, പതുക്കെ പോ. പതുക്കെ. ഹലോ. ആ ജഗനങ്ങൾ, ഒരു പ്രധാന കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്താ ഐശ്വര്യ? ശ്യാമയാക്കിലും ഒരുമിച്ചൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവള് മുമ്പ് പോയിരുന്നൊരു അമ്പലം ഉണ്ടല്ലോ, ആ കാടിനടുത്തുള്ള ശ്രീകൃഷ്ണന്റെ അമ്പലം. ആ അങ്ങോട്ടേക്കാ പോയിരിക്കുന്നെ. നാളെ കല്യാണമല്ലേ, അതിനു മുമ്പുള്ള പ്രാർത്ഥനയോ പൂജയോ എന്തൊക്കെയാ. അല്ല, നാളെ കല്യാണം തകർക്കാൻ അങ്കിള് എന്തൊക്കെ കാര്യങ്ങൾ നീക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ വഴിയും കൂടി ഒന്ന് ചിന്തിക്കാം. കല്യാണത്തലേന്ന് പ്രതിശ്രുത വരനും വധുവും വാഹനാപകടത്തിൽ മരിച്ചു. അതിപ്പോ ഒരു സ്ഥിരം വാർത്തയല്ലേ. ഇതും അതുപോലൊരു വാർത്തയായിട്ടെങ്കിൽ തീരും. ആ അവര് പോയ അമ്പലത്തിനടുത്താണെങ്കിൽ
ഒഴിഞ്ഞ ചെറിയ റോഡും കാടും ഒക്കെ ഉള്ളതല്ലേ. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. എന്നാ ശരി, നീ ഫോൺ കട്ട് ചെയ്തോ. കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. ആങ്കളെ, ഈ പ്രാവശ്യം ഈ പോക്കില് രണ്ടുപേരും ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. രണ്ടും തീരണം. കണക്ക് കൂട്ടിയാ ഞാൻ ഇനി നീങ്ങാൻ പോകുന്നത്. രണ്ടും തീരും, അത് ഉറപ്പാ. ഞാൻ വിളിക്കാം. ശരി അങ്കിൾ. നീ ഇന്ന് കൃഷ്ണനെ തൊഴിലടി. ഇനി അഥവാ കൃഷ്ണനെ തൊഴാൻ സാധിച്ചാലും നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. എന്താ എന്താടോ? എന്താ സാർ ഇത്? പതുക്കെ പോ, ഞാൻ പറഞ്ഞതല്ലേ. അതാ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അത് ചേട്ടാ, ഇത് എന്തൊരു കഷ്ടമാ. തനിക്ക് ബൈക്ക് പോണെന്ന് പറഞ്ഞോണ്ടല്ലേ സെക്യൂരിറ്റിയുടെ മോന്റെ ബൈക്ക് ഞാൻ എടുത്തത്. എന്നിട്ടിപ്പോ എടോ, നമ്മൾ 3-ാം വട്ടം കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരാ. എന്നിട്ട് പരസ്യമായിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ നാണക്കേടാണെന്നോ? അതല്ല, എനിക്കൊരു... എന്താ, എന്നെ തൊടുന്ന ഇഷ്ടമല്ലേ? ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട. അയ്യോ സാർ, അതല്ല, എനിക്കിഷ്ടാ. എനിക്ക് വലിയ ഇഷ്ടാ. പക്ഷേ പരസ്യമായിട്ട് പിടിച്ചിരിക്കാൻ ഒരു ചമ്മല് അല്ലേ? എന്നെ തൊടുകയും വേണം, എന്നാ തൊടാനും പാടില്ല. ശരി, എന്നെ തൊടുന്ന എങ്ങനെയാണെന്നേ ഞാൻ കാണിച്ചു തരാം. വാ, കേറ് കേറ്. സാർ, സാർ പതുക്കെ പോവാളേ. പതുക്കെ പോയില്ലെങ്കിൽ ഞാൻ ചാടും. ഞാൻ പതിയെ പോവില്ല, പറപ്പിക്കാൻ പോവാ. വേണമെങ്കിൽ പിടിച്ചിരുന്നോ? ഇനി കൈമാറ്റിയിട്ട് കാര്യമില്ല. കെട്ടിപ്പിടിക്കേണ്ടത് എന്തായാലും കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. ഇനി യുക്തം പോലെ. സാർ, എന്താടോ? എനിക്ക് എനിക്ക് ഒരു ജ്യൂസ് കുടിക്കണം. ജ്യൂസോ? ആ, ജ്യൂസ് കുടിക്കാന്ന് വെച്ചാ നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയിരുന്ന്. ഓ, അതാണോ? അല്ല, പെട്ടെന്നൊരാഗ്രഹം. എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നുക. നാളത്തെ ചടങ്ങിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാവും. ഓക്കെ, പിടിച്ചിരുന്നു. ആ, ഹലോ സർ. അശോക, നീ ഇപ്പൊ എവിടെയാ? സിറ്റിയിലുണ്ട് സാറേ. നിനക്കിന്ന് ഓട്ടോ ഉണ്ടോ? ഇല്ല, ഇന്ന് ഓട്ടോ ഒന്നുമില്ല സാറേ. എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറേ? ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട ആവശ്യമാ. നീ ഉടനെ തന്നെ വണ്ടിയുമായിട്ട് മാധവപുരത്ത് വരണം. എന്താ സാറേ? ഒരു പണിയാടാ, ഒരു ആക്സിഡന്റ്. ഭാര്യയും ഭർത്താവും. ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് പറയാം. ശരി സാറേ. കൂടെ ഇപ്പോ വിൻസെന്റും കൂടെ ഉണ്ട്. അവനെ കൂടെ കൂട്ടട്ടെ? ആ, കൂട്ടിക്കോ. രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞെടുത്ത് വരണം. ശരി സാറേ, ഉടനെ എത്താം. എന്താടാ? നീ കയറ്, ഒരു കൊട്ടേഷൻ ഉണ്ട്.
ശ്യാമേ. ആ ദാ. എന്താ സർ? ഞാൻ തന്റെ ഈ സന്തോഷമൊക്കെ നോക്കുമായിരുന്നടോ. ഏയ്, എന്താ സർ? താനിത് എന്താ കാണിക്കാൻ തുടങ്ങിയേ? അല്ല, ജ്യൂസ് കുടിക്കാനായിട്ട്. ശ്ശേ, ഞാനൊരു മണ്ടനായി പോയല്ലോ. എന്താ സർ? ഞാൻ കരുതി താൻ ആദ്യത്തെ സിപ്പ് എനിക്ക് തരുമെന്ന്. ആ ഒരു നിമിഷം ഞാൻ പ്രതീക്ഷിച്ചു പോയി. സർ, ഇഷ്ടായോ? ബൈക്കിന്റെ പുറത്തുകൂടി അങ്ങ് കയറ്റി ഇറക്കിയാക്കണം. പിന്നെ അവിടെ നിൽക്കരുത്. തമിഴ്നാട് അതിർത്തി കടന്നങ്ങ് പൊയ്ക്കോണം. സാർ പേടിക്കണ്ട, അതൊക്കെ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും. വണ്ടി അവരുടെ പുറത്തുകൂടി കയറി ഇറങ്ങുന്നത് എനിക്ക് കാണണം. ഇതൊരു അഡ്വാൻസ് മാത്രമാണ്. അപ്പോ ഒക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. ഞാൻ വിളിച്ചോളാം. ശരി സാർ. ജീവിതത്തില് ഇങ്ങനെയൊക്കെ സന്തോഷിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. എന്നെ പോലൊരു പെണ്ണിനെ ദേ, 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 ദേ. ഇതൊക്കെ താൻ ഇടി മേടിക്കും. തന്നെ പോലൊരു പെണ്ണിന് എന്നെ പോലൊരാളെ കിട്ടിയത് മഹാഭാഗ്യം. എത്ര തവണ കേട്ട് കഴിഞ്ഞതാ. മതി, ഇനി ഇത് പറയണ്ട. പറയും. അതെനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ആദ്യേട്ടനാണല്ലോ. ആ, ഹലോ ഏട്ടാ. ആ, എന്താടാ, നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞിറങ്ങിയോ? ഇല്ല ഏട്ടാ, നട തുറക്കാൻ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. ഞങ്ങളിപ്പോ ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ നിക്ക. നിങ്ങളുടെ ടൈമാ. ഏട്ടൻ എന്തിനാ വിളിച്ചേ? ആ, ഞാനും അരുണും ഒരുമിച്ചുണ്ട്. നിങ്ങളുടെ മുറിയൊക്കെ ഒന്ന് അലങ്കരിക്കണമല്ലോ. ഏയ്, മുറിയൊന്നും ഒരുക്കണ്ട. അതൊന്നും വേണ്ട. ഒന്ന് ചുമ്മായിരുന്നേ. ആ എടാ, എന്ത് വേണമെന്നൊക്കെ ഞങ്ങൾ ഏട്ടന്മാർ തീരുമാനിക്കും. മുറിയിൽ ഏതുതരം പൂക്കൾ വേണമെന്ന് ചോദിക്കാനാ ഇപ്പം അങ്ങോട്ട് വിളിച്ചത്. റോസാണോ അതോ പിച്ചിപ്പൂ, മുല്ലപ്പൂ, അങ്ങനെ ഏത് വേണമെന്ന് നീ പറഞ്ഞാൽ മതി. എന്റെ പൊന്നേട്ടന്മാരെ, ദർശനം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് തീരുമാനിക്കാം. ആ, അതൊന്നും വേണ്ട. ഇതൊക്കെ ഞങ്ങൾ ഏട്ടന്മാരുടെ അവകാശമാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതാ. എന്തായാലും ഇനി ഞങ്ങൾക്കിഷ്ടമുള്ള പൂക്കൾ തന്നെ അങ്ങ് വാങ്ങാൻ പോവാം. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് തൊഴുത്തിട്ടിങ്ങ് പോരെ, ഹാപ്പി ആയിട്ട് പോരെ. ശരി, എന്തെങ്കിലും ചെയ്യ്. ഏട്ടന്മാർക്ക് മുറി ഒരുക്കണോന്ന്. ആ ഐശ്വര്യ, ദേ ഞങ്ങൾ പൂ വാങ്ങിക്കാൻ പോവാ. പൂവോ? എന്ത് പൂവ്? അത് അവരുടെ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കണ്ടേ? അതിനവര് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ആ മുറിയിൽ കഴിയുന്നത്. ആ അതെ, പക്ഷേ ആദ്യത്തെ താലികെട്ടായിട്ടാണല്ലോ ഒക്കെ നടക്കുന്നത്. ഐശ്വര്യ, ദേ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ആ കാറ്ററിംഗുകാരെ വിളിച്ച് ഭക്ഷണമൊക്കെ നാളെ എത്ര മണിക്ക് വേണമെന്ന് കൃത്യമായിട്ട് പറയണം. അതൊക്കെ ഞാൻ പറയാം. ചെറിയൊരു അലങ്കാരമൊക്കെ വേണമല്ലോ, പൂക്കുലിയും നിർനാഴിയും ഒക്കെ വേണ്ടേ? അതിന്റെ കാര്യങ്ങളൊന്ന് ഏർപ്പാട് ചെയ്യണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഐശ്വര്യ വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ. ശരി. ആ, അമൃതേടത്തെയും കൂടെ കൂട്ടിനെ വിളിച്ചോളാം. അല്ല, അമൃതയ്ക്ക് ചെറിയൊരു തലവേദനയാണെന്ന് പറയുന്നത് കേട്ടു. തലവേദനയോ? ഞാൻ കുറച്ച് നേരത്തെ കണ്ടതാണല്ലോ. അമൃതേടത്തെ ഒന്നും പറഞ്ഞില്ല. ഏട്ടാ, എന്തായാലും സംസാരിച്ച് വയ്ക്കാൻ സമയമില്ല. ഏട്ടാ വന്നേ, വാ വാ. പൂക്കള് വാങ്ങി വെക്കുന്നത് നല്ലത് തന്നെയാണ്.
അഖിലിന്റെയും ശ്യാമയുടെയും ബോഡി പുതപ്പിച്ച് കിടത്തുമ്പോ അതില് വെതറാൻ പൂ വേണമല്ലോ. ആ അപ്പോ നമുക്ക് പോവാം. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം സാർ. അല്ല, അമ്പലത്തിൽ പോണ്ടേ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ഒറ്റപ്പെട്ട വഴിയാണ്. അത് പിന്നെ നമ്മള് വൈകിട്ടത്തെ പൂജയല്ലേ തൊഴുന്നത്? ഇനി സമയമുണ്ടല്ലോ. എനിക്കെന്തോ ഇവിടെ നല്ല സന്തോഷം തോന്നുക. ശരി, കുറെ നേരം കൂടി ഇവിടെ ഇരിക്കാം. പക്ഷേ ഒരു കാര്യം. എന്താ സാർ? മുത്തുഗൗ. എന്താ? മുത്തുഗൗ. ഇവിടെ മുത്തുഗൗ. ഇവിടെ ഈ സ്ഥലത്ത് വെച്ച്. ഇവിടെ ആൾക്കാരൊക്കെ വരും. ആരുമില്ലെന്നേ. താൻ വേഗം തന്നേ. പിന്നെ തന്നേ. ഒന്ന് പോയി. ഹലോ. ആ സാറേ, എന്തായി സാറേ, ഞങ്ങൾ വരാൻ സമയമായോ? ഇല്ല, ആയിട്ടില്ല. ഞാനിപ്പോ ഇവിടെ അവരുടെ അടുത്തുണ്ട്. റോഡിൽ കൃത്യമായ ഒരു അവസരം കിട്ടുമ്പോൾ മാത്രം ഇടിച്ചു തെറിപ്പിച്ചാൽ മതി. ജഗന്നാഥൻ. അത് ജഗന്നാഥന്റെ വണ്ടിയല്ലേ? സാർ അതെ, നമുക്ക് പോവാം. എനിക്കെന്തോ പെട്ടെന്നൊരു പേടി തോന്നുന്നു. വാ പോവാം. ചുമ്മാ അങ്ങനെ പേടിക്കാതെ. അയാൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വന്നതായിരിക്കും. എന്തായാലും നാളെ നമ്മുടെ കല്യാണമല്ലേ, അത് പുള്ളി അറിയിച്ചേക്കാം. എന്തിനാ വെറുതെ പിണങ്ങിയിരിക്കുന്നത്? എല്ലാരോടും സ്നേഹത്തിൽ പോകുന്നതൊക്കെ തന്നെ നല്ലത്. പക്ഷെ എന്തോ എനിക്ക് ഇയാളെ ഭയങ്കര പേടിയാ. എന്തായാലും ഞാൻ ചെന്ന ആളെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ? ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇനി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ? വരട്ടെ. ഹായ് അങ്കിൾ. ഹായ്. എന്താ? അവിടെ ഇരിക്കായിരുന്നു. അപ്പോഴാ അങ്കിളിനെ കണ്ടത്. ജസ്റ്റ് ഒന്ന് വന്നതാ. എന്നുവെച്ചാ സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നതാ. സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നു എന്ന് വെച്ചാൽ? എന്നുവെച്ചാ സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നു, അത്ര തന്നെ. കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ രണ്ട് കൂട്ടരും തമ്മില് ബഹളവും വഴക്കും ഒക്കെയാ. അതിന്റെ കാരണം ആരാന്നുള്ളതൊക്കെ ഇനി സംസാരിക്കണ്ട. അഖിൽ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? നാളെ എന്റെയും ശ്യാമയുടെയും വിവാഹമാണ്. അങ്കിൾ അറിഞ്ഞു കാണുമല്ലോ, ഒരു താലി കെട്ട് അമ്മയ്ക്ക് വേണ്ടിട്ടാ. നാളെ മുതൽ ഞങ്ങള് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാ. അപ്പോ എല്ലാ തരത്തിലും പുതിയ ജീവിതം ആകണ്ടേന്ന് കരുതിയിട്ടാ ഇപ്പൊ ഞാൻ അങ്കിളിനോട് സംസാരിക്കാൻ വന്ന. ഞാനും ശ്യാമയുണ്ട്. ദേ അവിടെയുണ്ട് ശ്യാമ. ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിട്ട് വന്ന. അയാൾ വരാനായിട്ട് കുറച്ച് വൈകും. എന്തായാലും ആ വൈകൽ നന്നായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയത്. അഖില് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പഴയതൊക്കെ നമുക്ക് മറക്കാം. പരിഭവങ്ങളും വഴക്കുകളും ഒക്കെ നമുക്ക് അങ്ങ് ഉപേക്ഷിക്കാം. ശ്യാമയും കൂടി വിളിക്കേ. ശ്യാമ, എന്തായാലും നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു അങ്കിൾ. ശ്യാമേ, ഞാൻ അങ്കിളിനോട് സംസാരിക്കായിരുന്നു. പഴയ പരിഭവങ്ങളൊക്കെ മറക്കണമെന്ന്. പഴയ പരിഭവങ്ങൾ മറക്കാമെന്ന് ഇനി പറയണ്ട. നമ്മൾ മറന്നു കഴിഞ്ഞു. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിങ്ങൾ ദീർഘനാൾ കഴിയുക. സത്യത്തിൽ ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം കരുതുമായിരുന്നു കേട്ടോ. സാറിന്റെ നല്ല വാക്കുകൾ തന്നെയാ ഏറ്റവും വലിയ സമ്മാനം.
എന്നാലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം തരാൻ ഞാൻ ശ്രമിക്കാം. ഒരു നല്ല സമ്മാനം തന്നെയായിരിക്കും. ഓക്കെ അങ്കിൾ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ ശിവമലയിലെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലേക്കാ പോകുന്നത് അല്ലേ? അല്ല, അത് അങ്കിളിന് എങ്ങനെ മനസ്സിലായി? അല്ല, അത് തോന്നി. ശ്യാമ വലിയ ഭക്തയാണല്ലോ. ഈ റൂട്ടാവുമ്പോ അങ്ങോട്ടായിരിക്കും എന്ന് തോന്നി.